ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. പക്ഷെ ഇത് വ്ളോഗ് അല്ല കേട്ടോ. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്തുകൊണ്ടാണ് വ്ളോഗ് ഇടുന്നത്, ഞാൻ വ്ളോഗ് ഇടാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണെന്നൊക്കെ കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അതിനെ പറ്റിയുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇന്ന് എല്ലാം ക്ലിയർ ചെയ്തത് ഞാൻ എന്തുകൊണ്ടാണ് വ്ളോഗ് ഇടുന്നതെന്നും പിന്നെ തുടക്കം മുതൽ ഇതുവരെ ഏറ്റവും ഞാൻ വ്ളോഗിന് വേണ്ടി മേടിച്ച സാധനങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഞാൻ വ്ളോഗ് തുടങ്ങിയിട്ട് 2-3 മാസം കഴിഞ്ഞിട്ട് ഈ സെൽഫി സ്റ്റിക്ക് മേടിച്ചത് കേട്ടോ. മേടിച്ചത് എങ്ങനെയാ വെച്ചാല്, ഞാൻ അമ്മേൻ്റെ അടുത്ത് കെഞ്ചി കരഞ്ഞിട്ടുണ്ടല്ലോ. എനിക്ക് വ്ളോഗ് എടുക്കുമ്പോൾ എൻ്റെ പഴയ പോക്കോ M2ന്റെ മൊബൈലായിരുന്നു. ഞാൻ നടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ പിടിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കര ഷേക്കായിരുന്നു. അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യാം. എനിക്കപ്പോൾ എന്താ നോക്കേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ട്രൈപോഡിനെ പറ്റിയും നല്ല വ്ളോഗിങ് സ്റ്റിക്കിനെ പറ്റിയും വ്ളോഗിനെ പറ്റി അധികം ധാരണ ഒന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ യൂട്യൂബിൽ കുറേ നോക്കി അത് മാത്രമല്ല ആമസോണിലും കുറേ നോക്കി. അപ്പോൾ ഈ ട്രൈപോഡിനെ പറ്റി എനിക്കറിയില്ലായിരുന്നു. എനിക്കപ്പോൾ അറിയണത് സെൽഫി സ്റ്റിക്കിനെ പറ്റി അറിയില്ലായിരുന്നു. ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ ഓൺലൈനിലൊക്കെ നല്ല വിലയായിരുന്നു. ഞാൻ ടൗണിൽ പോയി നോക്കി. എന്നിട്ട് ഞാൻ 2-3 മാസം കഴിഞ്ഞിട്ട് ഞാൻ ടൗണിൽ പോയി നോക്കി. അമ്മയുടെ അടുത്ത് പൈസ എല്ലാം മേടിച്ചിട്ട് പൈസ എല്ലാം റെഡിയാക്കിയിട്ട് ഞാൻ ടൗണിൽ പോയി നോക്കി. അപ്പോൾ ഉണ്ടായിരുന്നു ഒരു കടേൻ്റെ ഫ്രണ്ടിൽ ഈ പാട്ട് ഞാൻ കണ്ടിരുന്നു, സെൽഫി സ്റ്റിക്കിൻ്റെ പാട്ട് കണ്ടിരുന്നു. അപ്പം തന്നെ ഞാൻ കടയിൽ കയറിയിട്ട് ആ സാധനം മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്ന് സെൽഫി സ്റ്റിക്കിൻ്റെ മറ്റേ ലൈറ്റൊക്കെ ഓണാക്കിയിട്ട്, ഈ കാണുന്ന ലൈറ്റൊക്കെ ഓണാക്കിയിട്ട് നല്ല വ്ളോഗൊക്കെ കുറേ ദിവസം വ്ളോഗ് തന്നെ ഇട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നല്ല ലോങ്ങിൽ എടുത്ത് നടക്കായിരുന്നു. ഓവർ വെയിറ്റും ഇല്ല, നല്ല സ്മൂത്തായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ തുടക്കക്കാരന് പറ്റിയ ബെസ്റ്റ് സാധനം കേട്ടോ. ഞാൻ മേടിച്ചതും ഞാൻ തുടക്കമായിരുന്നു ആ ടൈമിലൊക്കെ. എൻ്റെ അടുത്ത ഫേവറേറ്റ് ആയ ട്രൈപോഡ് ആയിട്ട് അത് ഞാനിത് മേടിച്ചത് എങ്ങനെ അറിയോ, ഞാൻ വെല്ലിച്ചൻ്റെ പറമ്പിൽ കാപ്പി പറിക്ക് പോയിട്ടാണ് ആ കിട്ടിയ പൈസക്കാണ് ഞാൻ ഈ ട്രൈപോഡ് മേടിച്ചത്. മറക്കാൻ പറ്റില്ല. അത് മാത്രമല്ല, ഈ ട്രൈപോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗൊറില്ല ട്രൈപോഡാണ് ഇത്. വ്ളോഗ് എടുക്കുമ്പോൾ അടിപൊളിയായിട്ട് നല്ല സ്റ്റെബിലൈസർ ഉണ്ടാവും. പിന്നെ മാത്രമല്ല നല്ല ഹോൾഡ് ചെയ്യാൻ ഇതിൻ്റെ ഹാൻഡിൽ ഇവിടെ പിടിക്കണ ഭാഗത്ത് നല്ല ഗ്രിപ്പ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതുകൊണ്ട് ഇങ്ങനെ പിടിച്ച് വ്ളോഗ് എടുക്കുമ്പോൾ എന്ത് സുഖം അറിയോ. ഇങ്ങനെയൊക്കെ പിടിച്ച് വ്ളോഗ് എടുത്ത് ഇങ്ങനെ നടക്കാനൊക്കെ എന്ത് സുഖം അറിയോ. മറ്റേ സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലോ, എടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ ആടും കിടന്നിട്ട് ഇങ്ങനെ ആടും. എനിക്ക് ട്രൈപോഡ് മേടിക്കുന്നതെന്ന് ആഗ്രഹം എന്ന് വെച്ചാൽ വ്ളോഗ് തുടങ്ങിയപ്പോൾ ഞാൻ നോക്കിയിരുന്നു, ഈ ട്രൈപോഡൊക്കെ പിടിച്ചിട്ട് ഓരോരുത്തർ ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത് കാണായിരുന്നു. ടൈമിലൊക്കെ എനിക്ക് ഇതിനെ പറ്റി അറിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ വില എന്താണെന്നോ അത് മേടിക്കണം എന്നുള്ള മൈൻഡൊന്നും എനിക്കില്ലായിരുന്നു. എനിക്ക് ഫുള്ള് സെൽഫി സ്റ്റിക്ക് മേടിക്കണമെന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. സെൽഫി സ്റ്റിക്ക് മേടിച്ച് ഒരു 3-4 മാസം പോലും ഉപയോഗിച്ചില്ല. എന്നെക്കാട്ടി മുന്നേ ഈ സെൽഫി സ്റ്റിക്കിൻ്റെ പകുതി ഭാഗം പൊട്ടിപ്പോയി. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കാപ്പി പറിക്കാൻ പോയിട്ടാണ് ഈ ട്രൈപോഡ് മേടിച്ചത്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്, പിടിക്കുമ്പോഴും പിന്നെ എല്ലാം. ഞാൻ ഇതുകൊണ്ട് ടൗണിലേക്കൊക്കെ പോയിരുന്നു. മറ്റേ സെൽഫി സ്റ്റിക്ക് കൊണ്ട് അധികം ടൗണിലേക്കൊന്നും പോകാറില്ലായിരുന്നു. ഇതുകൊണ്ട് ഞാൻ ടൗണിലേക്കൊക്കെ പോകും. ഒരു ഉന്മേഷമാണ് ഇതുകൊണ്ട് ടൗണിലേക്കൂടെ വ്ളോഗ് എടുത്തുകൊണ്ട് പോകുമ്പോൾ. പിന്നെ ഞാൻ മേടിച്ചതിൽ വെച്ച് എനിക്ക് ഇഷ്ടപ്പെടാത്തതും ഇഷ്ടപ്പെടുന്നതും എന്താന്ന് പറയാൻ ഉറപ്പിക്കാത്തതുമായിട്ടുള്ള സാധനം കേട്ടോ. അതാണ് ബോയ M1ന്റെ മൈക്ക്. എന്താ ഈ വള്ളിയുള്ള മൈക്കില്ലേ. ഇത് കാരണം എന്താ വെച്ചാൽ എൻ്റെ ഐഫോണിൽ ഇത് വർക്കാവൂല. ഞാൻ മറ്റേ അഡാപ്റ്റർ പോലത്തെ സാധനമൊക്കെ ഐഫോണിൽ ലൈറ്റ്നിങ്ങിൻ്റെ മേടിച്ച് എല്ലാം സെറ്റാക്കി നോക്കി. ഐഫോണിൻ്റെ മൈക്കിൻ്റെ അല്ല, മറ്റേ അഡാപ്റ്ററൊക്കെ കുത്തിയിട്ടുള്ള ഇതിൻ്റെ മൈക്കിൻ്റെ പിന്നെ അങ്ങനെ മാറ്റിയിട്ടുള്ള സാധനത്തിൻ്റെ എന്തോ പേരാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. പേര് ഓർമ്മയില്ല. എനിക്ക് കുറച്ച് ദിവസം മുന്നേ അറിയായിരുന്നു. ഇപ്പം പെട്ടെന്ന് പോയിക്കിടതാ ഈ സാധനമല്ലേ, ലൈറ്റ്നിങ്ങിൻ്റെ ഹെഡ്ഫോണിൻ്റെ കുത്തുന്ന സാധനം കുത്താൻ പറ്റിയ ഒരു അഡാപ്റ്റർ മേടിച്ചിട്ടോ. ലൈറ്റ്നിങ്ങിൻ്റെ ഐഫോണിൽ കുത്താൻ പറ്റിയത്. എന്നിട്ട് ഞാൻ ഐഫോണിൽ കുത്തി നോക്കി ക്യാമറയ്ക്ക് വർക്കാവുമോ നോക്കാൻ വേണ്ടിയിട്ട് നോക്കി. അത് ക്യാമറയ്ക്ക് വർക്കാവണില്ല. ഐഫോണിൻ്റെ മറ്റേ കുത്തുന്ന ഭാഗത്തുള്ള അഡാപ്റ്ററും പിന്നെ ഇത് മൈക്കും ഒന്നും ക്യാമറയ്ക്ക് വർക്കാവണില്ല. അനിയത്തിൻ്റെ മൊബൈലിൽ നോക്കി കേട്ടോ. പിന്നെ അനിയത്തിൻ്റെ മൊബൈലായിരുന്നു ഈ ബോയ M1ന്റെ മൈക്ക് വർക്ക് ആക്കിക്കൊണ്ടിരുന്നത്. ആ ക്യാമറയിലും വർക്കും, പക്ഷേ ക്യാമറയിൽ അധികം ക്വാളിറ്റി ഇല്ല.
പിന്നെ റെക്കോർഡാക്കി അവളെ മൊബൈൽ അല്ലെങ്കിൽ ആരുടെയൊക്കെ മൊബൈൽ കിട്ടുകയാണെങ്കിൽ അതിന് ഞാൻ റെക്കോർഡാക്കിയിട്ട് അങ്ങനെ എൻ്റെ വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടാണ് ഞാൻ ചില വീഡിയോസൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ചില മൈക്ക് വെച്ചുള്ള വീഡിയോക്ക് ഞാൻ അങ്ങനെ ചെയ്യാം. വേറെ മൊബൈലിൽ റെക്കോർഡ് ചെയ്തിട്ട് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുക. ഇനിയാണ് മെയിനായിട്ടുള്ള കാര്യം, അതെന്താണെന്നറിയോ? എൻ്റെ ക്യാമറ. ഞാൻ ഏതുകൊണ്ട് വ്ളോഗ് എടുക്കുന്നതിനുള്ള ക്യാമറ, ട്രൈപോഡ് എല്ലാ സാധനങ്ങളും ഞാൻ കാണിച്ചു നിൽക്കണേ. ഞാൻ വ്ളോഗ് എടുക്കണ മൊബൈൽ കാണിച്ചു തന്നില്ലല്ലോ. iPhone 7 Plus. ഞാൻ iPhone 7 Plus മേടിക്കണതിൻ്റെ മുന്നേ ഏത് മൊബൈൽ കൊണ്ടാണ് ഞാൻ വ്ളോഗ് ഇട്ടത്? പോക്കോ M2 എന്ന് പറഞ്ഞൊരു മൊബൈലുണ്ട്. ഏട്ടൻ്റെ പഴയ മൊബൈലായിരുന്നു. അത് നന്നാക്കിയിട്ട് അതുകൊണ്ടായിരുന്നു ഞാൻ വ്ളോഗ് ഇട്ടുകൊണ്ടിരുന്നത്. അതിൻ്റെ മുന്നേ iPhone 8 ഉണ്ടായിരുന്നു. 8 ഞാൻ യൂട്യൂബിൽ 2 വീഡിയോ ഇട്ട്, പിന്നെ മൂന്നാമത്തെ വീഡിയോ എടുത്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ ഫോണ് പകുതിക്ക് കട്ടായിപ്പോയി. പെട്ടെന്ന് ഓഫായിപ്പോയി. ഞാൻ കുത്തി വെച്ചിട്ടായിരുന്നു എഡിറ്റ് ചെയ്തുകൊണ്ട് നിന്നത്. പെട്ടെന്ന് മൊബൈൽ കട്ടായിപ്പോയി, ഫുള്ള് ബ്ലാക്ക് ആയിപ്പോയി. ഞാൻ വിചാരിച്ച് മൊബൈൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് സ്വിച്ച് ഓഫ് ആയിട്ടായിരിക്കും എന്ന് വിചാരിച്ച്. പിറ്റേ ദിവസം നോക്കിയപ്പോൾ ഉണ്ടല്ലോ പിന്നെയും തുറക്കണില്ല. ഞാൻ എന്നിട്ട് നേരെ കടയെ കൊണ്ടു കൊടുത്ത് പിന്നെയും ഒന്നും മറക്കാൻ വേണ്ടില്ല. പിന്നെ മൊബൈലില്ലാതെ കുറേ ദിവസം ഞാൻ നിന്ന്. ഇത്രയും ദിവസം ഞാൻ പോക്കോ M2 മൊബൈലും കൊണ്ടാണ് വ്ളോഗ് ഇട്ടുകൊണ്ടിരുന്നത്. ട്രൈപോഡ് ഉണ്ടായിട്ടില്ല, മൈക്ക് ഉണ്ടായിട്ടില്ല. ഫുള്ള് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ടാണ് എടുത്തുകൊണ്ട് വന്നത്. ഇപ്പോൾ ട്രൈപോഡ് ഉണ്ട്, iPhone 7 Plus ഉണ്ട്, പിന്നെ മൈക്കിന് വേണ്ടി മൈക്കും ഉണ്ട്. മൈക്ക് പക്ഷേ ഇതിൽ സപ്പോർട്ട് ചെയ്യൂല. ഇനി വൈഫൈയും കൂടി വരികയാണെങ്കിൽ വ്ളോഗിന് പറ്റി വല്ല സെറ്റപ്പ് റെഡിയായി. ഞാൻ മൊബൈലെല്ലാം നെറ്റും കൂടെ ആയിരുന്നു ഇത്രയും ദിവസം അപ്ലോഡ് ആക്കി കൊണ്ടുവന്നത്. അതെങ്ങനെ ചെയ്തതെന്നറിയോ? രാത്രി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് 12 മണി വരെ കാത്തു വെക്കും. 12 മണി ആയി കഴിഞ്ഞാൽ വെബ്സൈറ്റ് കയറിയിട്ട് അവിടെ നിന്ന് അപ്ലോഡ് ആക്കും. എന്താ മോള് ചോറ് കഴിച്ച മോളു? പാവം മോള് പ്രഗ്നൻ്റ് ആണ്. കുറച്ച് ചിക്കൻ കറിയും ഒരു ഇത്തിരി അച്ചാറും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ രണ്ടാളില്ലേ രാവിലെ മുതൽ ഇതാ ഈ രാത്രി വരെ മൊബൈലിലും കളിച്ചോണ്ട് ഈ റൂമിൽ തന്നെ. വീട്ടിൽ നീ പണി പറഞ്ഞാൽ അത് ചെയ്യൂല, കടയിൽ പോകാൻ പറഞ്ഞാൽ കടയിൽ പോകൂല, പിന്നെ ചോറ് കഴിക്കാൻ പറഞ്ഞിട്ട് ചോറ് കഴിക്കൂല. രാവിലെ മുതൽ മൊബൈൽ കളിച്ച് റൂമിൽ കിടക്കാൻ തുടങ്ങിയ. തല മൂടിയിട്ടൊന്നും കാര്യമില്ല. അമ്മ കീണി ചോറൊന്നുമില്ലല്ലോ, രാവിലെ തുടങ്ങിയ റൂമില്. മാള് 2 വട്ടം ചോറുന്നേ. ഇവിടെ 2 വട്ടം ചോറുന്നേ. ആ വൈകുന്നേരം അല്ലേ? ചോറൊന്നും വേണ്ടെന്ന് ഞാൻ 3 മണിക്ക് ഫോൺ താഴെ വെക്കണന്നല്ല. ഞാൻ വരുമ്പോൾ പോകുമ്പോഴൊക്കെ മാളിന് ഉറക്കന്നെയാണ്. ഞാൻ 6 മണിക്ക് കിടന്നുറങ്ങിയത്. ഞാൻ ഒരു പണി മാളും ചെയ്യൂല, കിങ്ങനും ചെയ്യൂല. എന്റെ വ്ളോഗിങ് സെറ്റപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നാളെ അത് മാത്രമല്ല വേറൊരു സംഭവം കൂടി നാളെ നടക്കാൻ പോകാം കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ അഭിപ്രായം താഴെ കമന്റിൽ അറിയിക്കുക കേട്ടോ. പിന്നെ അത് മാത്രമല്ല വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് സെൽഫി സ്റ്റിക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വേറെ നല്ല കോംബോ മേടിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്തായാലും നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷമായിരിക്കുക. നാളത്തെ വ്ളോഗായിട്ട് നാളെ കാണാം കേട്ടോ. തരാ